Anywhere you go, give it all. ഹാദ്ര ഡയൻ റത്തു സംവിധാനം ചെയ്ത് 2025 ഇറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ ത്രില്ലർ ചിത്രമാണ് കിതാബ് സിജിൻ ആൻഡ് ഇല്ലിൻ. അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട മകൾ അച്ഛൻ്റെ ആദ്യ ഭാര്യയുടെ വീട്ടിൽ കഴിയേണ്ടി വരുന്നു. എന്നാൽ അവൾക്ക് അവിടെ സുഖജീവിതം ആയിരുന്നില്ല. അവളെ ഒരു അടിമയെ പോലെയാണ് അവർ കാണുന്നത്. പീഡനങ്ങൾ ഒക്കെ സഹിച്ചു വളർന്ന അവൾ അതിനൊരു അവസാനം ഉണ്ടാവണം എന്ന് തീരുമാനിച്ച് പ്രതികാരം ചെയ്യാനായി ഇറങ്ങിത്തിരിക്കുന്നു. അതും കൂടോത്രത്തിലേക്ക്. ജിന്നിൻ്റെ സഹായത്തോടെ നായിക ചെയ്തു തീർക്കുന്ന കൊടൂരതകൾ കണ്ടാൽ ഞെട്ടിപ്പോകും. നിങ്ങൾ കേട്ടിട്ടില്ലേ, നല്ല ഒരു വ്യക്തി ജീവിതത്തിൽ പരാജയപ്പെട്ടാൽ പിന്നീട് ഉയർത്തെഴുന്നേൽക്കുന്നത് വില്ലനായിട്ടായിരിക്കും എന്ന്. സെയിം ലൈക്ക് ഒരു കൊടൂര വില്ലത്തിയായി മാറിയ നായികയുടെ കഥയാണ് ഈ ചിത്രം. എന്താണ് പക എന്നും എന്തൊക്കെ കൊടൂരതകളാണ് ചെയ്തു വെച്ചേക്കുന്നത് എന്നും അവസാനം ഒരു നല്ല മെസ്സേജോടുകൂടി അവസാനിക്കുന്ന ഈ ചിത്രം തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോടുകൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ച ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു വീട്, നേരം രാത്രി. ആ വീട്ടിൽ നായിക യൂലി അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഇരുന്ന് ഡിന്നർ കഴിക്കുന്നത് കാണാം. അന്നേരം അച്ഛൻ ഈ മരുന്ന് നേരെ കഴിക്ക്, എന്നാലേ അസുഖമൊക്കെ മാറൂ എന്ന് പറയുമ്പോൾ, ഇല്ല മനുഷ്യ, ഏത് മരുന്ന് കഴിച്ചാലും എൻ്റെ അസുഖം മാറില്ല, ഇത് എന്നെ കൊണ്ടേ പോകൂ, എനിക്കിപ്പോൾ ഭയങ്കരമായി തണുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അയാൾ കമ്പിളി പുതച്ച് കൊടുക്കുകയാണ്. എന്നാൽ അവൾക്ക് എന്തൊക്കെയോ വേദനിക്കാൻ തുടങ്ങി. കൈകളിലൊക്കെ ഇരുമ്പാണി മുളച്ചു വരാൻ തുടങ്ങി. അത് കണ്ട് പേടിച്ച് യൂലി എന്തു പറ്റി അമ്മേ എന്ന് ചോദിക്കുമ്പോൾ നോക്കിയാൽ 2 കൈയിലും ആണി പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതും കയ്യിൽ മാത്രമല്ല, അവളുടെ കണ്ണിൽ നിന്നും ഒരു ആണി പുറത്തു വരികയാണ്. അതൊക്കെ കണ്ടുനിന്ന യൂലിക്കും അച്ഛനും ഒന്നും മനസ്സിലാകുന്നില്ല. അവൾ കൈയൊക്കെ വേദനിച്ചതിനാൽ യൂലിയുടെ കയ്യിൽ പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. അമ്മേ, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, കൈവിട് എന്ന് പറയുമ്പോൾ അച്ഛൻ അവരുടെ കൈ പിടിച്ചു മാറ്റുകയാണ്. എന്നിട്ട് യൂലിയെ അവിടെ ഒരു റൂമിൽ കൊണ്ടുപോയി നിർത്തിയിട്ട്, നോക്കുമോളെ, അമ്മക്ക് എന്തോ സുഖമില്ല, ഞാനൊന്ന് പരിശോധിച്ചിട്ട് വരാം, അതുവരെ ഇവിടെ തന്നെ നിൽക്ക്, പുറത്തിറങ്ങരുതേ എന്ന് പറഞ്ഞ് അച്ഛൻ യൂലിയെ ആ റൂമിലിട്ട് പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോവുകയാണ്. പുറത്തു പോയി അല്പം കഴിഞ്ഞപ്പോൾ അവിടെ എന്തൊക്കെയോ ശബ്ദം കൊടൂരമായി കേൾക്കാൻ തുടങ്ങി. കറൻറ്റും പോകുന്നു. പെട്ടെന്ന് ഡോറിൽ എന്തോ പൊട്ടിത്തെറിച്ച പോലെ ക്രാഷ് ആവുകയാണ്. ആ ഉടഞ്ഞ ഗ്യാപ്പിലൂടെ അപ്പുറത്ത് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ അമ്മ ഒരു പ്രേതത്തെ പോലെ വന്ന് അലറുകയാണ്. അലറി അവിടെ മയങ്ങി വീഴുകയും ചെയ്യുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ആ വീട്ടിലേക്ക് പോലീസൊക്കെ വന്നിട്ടുണ്ട്. നോക്കിയാൽ ഇപ്പോൾ അവിടെ യൂലിയുടെ അച്ഛനും അമ്മയും കൊടൂരമായി മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതൊക്കെ കണ്ട് യൂലി സങ്കടപ്പെട്ട് പൊട്ടിക്കരയുകയാണ്. അന്നേരം അവിടേക്ക് യൂലിയുടെ അച്ഛൻ്റെ ആദ്യത്തെ ഭാര്യ അമ്രാവതി വരികയാണ്. തൻ്റെ കെട്ടിയോൻ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് യൂലിയെ അമ്രാവതി പച്ച തെറി പറഞ്ഞിട്ട്, എൻ്റെ കെട്ടിയോൻ മരിക്കാൻ കാരണം നീയും നിൻ്റെ അമ്മയുമാണ് എന്നൊക്കെ പറഞ്ഞ് യൂലിയെ വഴക്ക് പറയുകയാണ്. അതൊക്കെ കേട്ട് പാവം യൂലി പൊട്ടിക്കരയുകയാണ്. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം ഒരു 20 വർഷം കഴിഞ്ഞ് നമ്മുടെ യൂലി അവൾ വളർന്നു വലുതായി. അവൾ ഇപ്പോൾ എവിടെയാ ഉള്ളത് എന്ന് വെച്ചാൽ അച്ഛൻ്റെ ആദ്യത്തെ ഭാര്യയായ അമ്രാവതിയുടെ വീട്ടിലാണ്. അതും ഒരു അടിമയെ പോലെയാണ് അവൾ കഴിയുന്നത്. ഒരു വേലക്കാരിയെ പോലെയാണ് യൂലി അവിടെ കഴിയുന്നത്. അമ്രാവതിക്ക് വയസ്സായതിനാൽ വീൽ ചെയറിലാണുള്ളത്. അവളെ പരിചരിക്കലാണ് യൂലിയുടെ പണി. കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കൽ, അലക്കൽ, അങ്ങനെ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നത് യൂലിയാണ്. അമ്രാവതിക്കൊരു മകളുണ്ട്, പേര് ലാറ. ലാറയ്ക്ക് 2 മക്കളുണ്ട്, ആൺകുട്ടി ദിയാൻ, പെൺകുട്ടി ടിക്ക. ലാറയുടെ ഹസ്ബൻഡിൻ്റെ പേര് റോദി. അമ്രാവതിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. എങ്കിലും അവളുടെ അഹങ്കാരം ഇപ്പോഴും പോയിട്ടില്ല. യൂലി അവൾക്ക് ഭക്ഷണം വാരിക്കൊടുക്കുമ്പോൾ അത് കഴിക്കുന്നതിന് മുൻപേ, എന്തൊരു ചൂടാണിത്, നിനക്ക് ശ്രദ്ധയില്ലേ എന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറയുകയാണ്. എന്നാൽ അവൾ വീണ്ടും ഭക്ഷണം തണുപ്പിച്ചു കൊടുത്തെങ്കിലും വീണ്ടും ഭക്ഷണം തുപ്പിക്കളഞ്ഞിട്ട്, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ എന്ന് അവളെ വഴക്ക് പറയാൻ കിട്ടുന്ന അവസരം ഒന്നും കളയാതെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. യൂലിയാണെങ്കിൽ അതൊക്കെ കേട്ട് തിരിച്ചൊന്നും പറയാതെ ഒരു അടിമയെ പോലെ അവിടെ ജോലി ചെയ്യുകയാണ്. അമ്രാവതിയുടെ
മകൾ ലാറ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണ്. അവൾ അങ്ങോട്ട് പോവുകയും ലാറയുടെ മകൾ ടിക്ക പഠിക്കാനായി പോവുകയാണ്. ക്ലാസ്സിൽ ഉസ്താദ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന ഓരോ തെറ്റായ കാര്യവും നല്ല കാര്യവും ദൈവം എപ്പോഴും കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും സിജിൻ എന്നൊരു പുസ്തകത്തിൽ സാത്താൻ എഴുതി വെക്കാറുണ്ട്. അതേപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യവും ദൈവത്തിൻ്റെ മാലാകമാർ ഇല്ലിയെന്ന് എന്നൊരു പുസ്തകത്തിലും എഴുതി വെക്കാറുണ്ട്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ ദൈവത്തിൻ്റെ കൂടെ സ്വർഗത്തിലേക്കും തെറ്റ് ചെയ്യുന്നവർ സാത്താൻ്റെ കൂടെ നരകത്തിലേക്കും പോകും എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നേരം ഇരുട്ടുന്നു. അങ്ങനെ നടന്നു വരുമ്പോൾ വഴിയിൽ യൂലിയുടെ പഴയ വീടുണ്ടല്ലോ, അച്ഛനും അമ്മയും ഒരുമിച്ച് താമസിച്ച ആ ഒരു വീട്, അത് കണ്ട് എല്ലാവരും പേടിച്ച് അയ്യോ പ്രേതമുണ്ട്, അവിടെ പ്രേതമുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും പെട്ടെന്ന് ഓടിപ്പോവാൻ തുടങ്ങി. ആ വീട് പ്രേത വീടായിട്ടാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത്. വീട്ടിലാണെങ്കിൽ ലാറയുടെ മകൻ ഉണ്ടല്ലോ ദിയാൻ, ആ ബഗഡൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഓജോ ബോർഡിലുള്ള ലെറ്റേഴ്സ് എല്ലാം വലിയൊരു സ്ലേറ്റിൽ എഴുതി വെച്ച് ആത്മാക്കളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ റൂമിൻ്റെ ഡോർ തനിയെ ഓപ്പൺ ആവുകയാണ്. അത് കണ്ടതോടെ അവൻ അയ്യോ പ്രേതം വന്നോ എന്ന് ഭയന്ന് നിൽക്കുമ്പോൾ ആക്ച്വലി അവിടെ വന്നത് യൂലി ആയിരുന്നു. അതേപോലെ ക്ലാസ്സിൽ പോയി തിരിച്ചു വന്ന ടിക്കയും വന്നിട്ടുണ്ട്. ടിക്ക വന്ന് നോക്കുമ്പോൾ അവിടെ യൂലി അമ്രാവതിയെ പരിചരിക്കുന്നുണ്ട്. അന്നേരം ദിയാൻ ആണെങ്കിൽ യൂലിയോട് ആൻറ്റി, നിങ്ങൾക്ക് മരിച്ചവരോട് ആരോടെങ്കിലും സംസാരിക്കാൻ ആഗ്രഹമുണ്ടോ എന്നൊരു ചോദ്യം. അത് കേട്ട് യൂലി ആണെങ്കിൽ എനിക്ക് എൻ്റെ മരിച്ചുപോയ അച്ഛനോടും അമ്മയോടും സംസാരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട അമ്രാവതി പെട്ടെന്ന് ശ്വാസതടസ്സം വന്ന പോലെ എഴുന്നേറ്റ് ഇരുന്ന് യൂലിയോട് എടി, നിന്റെ അച്ഛനും അമ്മയും മരിച്ചതോർത്ത് നീ ഇപ്പോഴും വിഷമിക്കുന്നുണ്ടോ? അത്രയും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ അത്രയും നല്ല ആൾക്കാരൊന്നുമല്ല, അവർ മരിച്ചു പോകേണ്ടവർ തന്നെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. എന്നാൽ അവൾക്ക് എന്തൊക്കെയോ ശ്വാസം എടുക്കാൻ പറ്റാത്ത പോലെ ഫീലാവുകയാണ്. അങ്ങനെ പിടഞ്ഞ് രക്തം ഛർദ്ദിച്ച് അമ്രാവതി അവിടെ മരിച്ചു പോവുകയും ചെയ്തു. അത് കണ്ട് എല്ലാവരും വിഷമിച്ച് കരയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അമ്രാവതിയെ അടക്കം ചെയ്യാനുള്ള മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കാൻ തുടങ്ങി. അങ്ങനെ അമ്രാവതിയെ കുളിപ്പിക്കാൻ ആ ഒരു ചടങ്ങ് ചെയ്യാൻ ഒരു റൂമിലേക്ക് കൊണ്ടുപോയ ശേഷം കുടുംബക്കാർ മാത്രം ഇവിടെ നിന്നാൽ മതി, ബാക്കി എല്ലാവരും പുറത്തേക്ക് പോയിക്കോ എന്ന് പറയുമ്പോൾ കുറച്ച് പേർ പുറത്തോട്ട് പോയെങ്കിലും യൂലി അവിടെ തന്നെ നിൽക്കുകയാണ്. അത് കണ്ട ലാറ, എടി നീ എന്താ പുറത്തു പോകാത്തെ? നിനക്കും എൻ്റെ ഫാമിലിക്കും ഒരു ബന്ധവും ഇല്ലല്ലോ, മര്യാദയ്ക്ക് പുറത്തേക്ക് പോയിക്കോ. അത് കേട്ട് ഒന്നും പറയാൻ നിൽക്കാതെ യൂലി അവിടുന്ന് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ബോഡി കഴുകി കഴിഞ്ഞ ശേഷം അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് വീട്ടിൽ നിന്നും കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനു മുൻപ് എല്ലാവരും, ആ കുടുംബത്തിലുള്ള എല്ലാവരും ബോഡിയുടെ തല വെച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവസാനം യൂലിയും പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവളുടെ മനസ്സിലേക്ക് അമ്രാവതി അവളോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ മനസ്സിലേക്ക് വരികയാണ്. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം അമ്രാവതിയുടെ വീട്ടിലേക്ക് ആദ്യമായി വന്ന ദിവസം അന്ന് മുതലേ ടോർച്ചറിങ് തുടങ്ങിയിരുന്നു. അവളെ ഉപദ്രവിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. നിന്റെ കരച്ചിലൊക്കെ നിർത്ത്, മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ച് ഇവിടെ ചെയ്യേണ്ട പണിയൊക്കെ ഇഷ്ടം പോലെയുണ്ട്, അതൊക്കെ ചെയ്ത് ഇവിടെ മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അവളെ എന്നും ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് അമ്രാവതിയുടെ ബോഡി നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് അമ്രാവതി കണ്ണ് തുറന്ന് പ്രേതത്തെ പോലെ നീയും മരിക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. അത് കേട്ട് യൂലി ഒരൊറ്റ അലറൽ. അത് കണ്ട് ലാറ അവളുടെ മോന്തയ്ക്ക് ഒരൊറ്റ അടി. എന്നിട്ട് നിനക്കെന്താടി മര്യാദയില്ലേ? നിന്നെ ഇത്രയും കാലം നോക്കിയത് എൻ്റെ അമ്മയാണ്, അവർ മരിച്ചിട്ടും അവരുടെ മുൻപിൽ വെച്ച് ഒച്ചയുണ്ടാക്കുന്നത് എന്തിനാടി എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുകയാണ്. ആക്ച്വലി ലാറയ്ക്ക് എന്തിനാണ് യൂലിയുടെ മേൽ ഇത്രയും ദേഷ്യം എന്ന് വെച്ചാൽ തുടക്കത്തിൽ ലാറയും അമ്മയും അച്ഛനും കൂടെ നല്ല രീതിയിലാണ് കഴിഞ്ഞിരുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ അമ്രാവതിയെ ഇഷ്ടമല്ലാത്ത അച്ഛൻ അവരുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോയി. ശേഷം മറ്റൊരുത്തിയെ കല്യാണം കഴിച്ച് ജീവിക്കാൻ തുടങ്ങി. ആ രണ്ടാമത്തെ കല്യാണത്തിൽ ഉണ്ടായ ആളാണ് യൂലി. അന്നു മുതലാണ് ലാറയ്ക്ക് തൻ്റെ അച്ഛൻ്റെ പുതിയ കുടുംബത്തോട് ദേഷ്യം തോന്നി തുടങ്ങിയത്. അങ്ങനെ ഇപ്പോൾ വീട്ടിലെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അമ്രാവതിയുടെ ബോഡി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അടക്കം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് ബോഡി അടക്കം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം യൂലി ആണെങ്കിൽ ലാറയുടെ സൂപ്പർ മാർക്കറ്റിൽ ആണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അവിടെ സഹായിയായി യോനോ എന്നൊരു പയ്യനുണ്ട്. വളരെ നല്ലവനാണ്. അവനിപ്പോൾ കസ്റ്റമേഴ്സിന് അവർ വാങ്ങിയ സാധനങ്ങളൊക്കെ വാഹനത്തിൽ കയറ്റി കൊടുത്തപ്പോൾ കസ്റ്റമർ അവന് കുറച്ച് പൈസ ടിപ്പായി കൊടുത്തു. എന്നാൽ അത് കണ്ട് യൂലി ഓടി വന്ന് ആ പൈസ പിടിച്ചു വാങ്ങിയിട്ട്, എടാ ഇങ്ങനെ പൈസ വാങ്ങിക്കാൻ പാടില്ല, ലാറ അറിഞ്ഞാൽ പ്രശ്നമാകും. ഈ കടയിലേക്ക് ഏത് രീതിയിൽ പൈസ വന്നാലും അത് ലാറയ്ക്ക് കൊടുക്കണം. കസ്റ്റമർ തരുന്ന ടിപ്പ് ആണെങ്കിൽ പോലും നമുക്കുള്ളതല്ല, അത്
ലാറ അറിഞ്ഞാൽ ലാറ നിന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ കൃത്യം അവിടേക്ക് ലാറ വരികയാണ്. കസ്റ്റമർ ടിപ്പ് കൊടുത്ത പൈസ, ആ പൈസ അവളുടെ കയ്യിൽ കണ്ട ലാറ, എന്താണ് നിന്റെ കയ്യിൽ പൈസ, നീ കടയിൽ നിന്ന് മോഷ്ടിക്കാൻ നോക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അയ്യോ അല്ല, ഇത് കസ്റ്റമർ ടിപ്പ് തന്നതാ, നിങ്ങളുടെ കയ്യിൽ തരാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാതെ യൂലിയുടെ മോന്തക്ക് ഒരടി കൊടുത്തിട്ട് പൈസ എടുത്തിട്ട് ഓരോ ന്യായം പറയാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയാൻ തുടങ്ങി. യൂലിക്ക് ദേഷ്യം വന്ന് ഒരടി കൊടുക്കാൻ തോന്നിയെങ്കിലും കടിച്ചു പിടിച്ചു നിൽക്കുമ്പോൾ, എന്താ എന്നെ അടിക്കാൻ തോന്നുന്നുണ്ടോ, എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം നിന്നെ അടക്കി നിർത്താൻ ആളില്ല എന്ന് വിചാരിച്ചോ, അങ്ങനെയൊന്നും കരുതി സമാധാനിക്കണ്ട, നീ ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അനുസരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ലാറ അവിടുന്ന് പോവുകയാണ്. യൂലിയാണെങ്കിൽ ആകെ വിഷമിച്ച് ഒരു ഭാഗത്ത് ഇരിക്കുമ്പോൾ അവിടേക്ക് യോന വന്ന് അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. അന്നേരം യൂലി യോനയോട്, എടാ എനിക്കൊരു സഹായം ചെയ്യാൻ പറ്റുമോ, ഞാൻ പറയുന്ന ഒരു സ്ഥലത്തേക്ക് എന്നെ വണ്ടിയിൽ കൊണ്ടുവിടുമോ എന്ന് ചോദിക്കുമ്പോൾ, അതിനെന്താ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ യാത്ര ചെയ്ത് ഒരു കാടിൻ്റെ നടുവിൽ എത്തുകയാണ്. അവിടെ യൂലി ഇറങ്ങിയിട്ട് യോനയോട്, കയ്യിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് എന്നെ സഹായിച്ചതിന് നന്ദി, ഇനി അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നടന്നു പോയി കാട്ടിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന ഒരു വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ ഒരു വ്യക്തിയെ കാണാം. ഇയാൾ സാധാരണ ഒരാളല്ല, മന്ത്ര കൂടോത്രം ഒക്കെ അറിയുന്ന ഒരു മന്ത്രവാദിയാണ്. ഈ വരവ് ചുമ്മാതായിരുന്നില്ല. അമ്രാവതിയുടെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും ഫോട്ടോ, ആ ഫാമിലി ഫോട്ടോ മന്ത്രവാദി കൊടുത്തിട്ട്, ഇതിലുള്ള എല്ലാവരും മരിക്കണം, ഒരാൾ പോലും ജീവനോടെ ഉണ്ടാകാൻ പാടില്ല, അതിനൊക്കെ നിങ്ങളുടെ സഹായം എനിക്ക് വേണം എന്ന് പറയുകയാണ്. യൂലി ഇതുവരെ അനുഭവിച്ച പീഡനങ്ങൾക്കൊക്കെ ഇപ്പോഴാണ് പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങിയത്. അതൊക്കെ കേട്ട് ശരിക്കും അവരെ കൊല്ലണോ അതോ കയ്യോ കാലോ വേദനിപ്പിച്ചു വിട്ടാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ, ഇത് ഞാൻ തീരുമാനിച്ച് ഇറങ്ങിയതാണ്, കയ്യും കാലും എടുത്തിട്ട് എന്ത് കിട്ടാനാ, മൊത്തമായി എല്ലാവരുടെയും ജീവൻ തന്നെ പോകണം എന്ന് പറയുകയാണ്. ശരി, നീ അന്തിമ തീരുമാനം എടുത്തു തന്നെയാണ് വന്നത് എന്ന് മനസ്സിലായി. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്ക്, ഇതിൻ്റെ സൈഡ് എഫക്റ്റ് കുറേ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അതൊക്കെ നീ ഏറ്റുവാങ്ങാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊക്കെ അവൾ സമ്മതിക്കുകയാണ്. അങ്ങനെ യൂലിയെ മറ്റൊരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഇരുത്തി മന്ത്രവാദി ആ ഫോട്ടോ എടുത്ത് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. എന്നിട്ട് അവിടെ പ്ലേറ്റിലുള്ള ആണിയിൽ വിരൽ നീട്ടുമ്പോൾ ആണിയെല്ലാം ചുറ്റിത്തിരിയാൻ തുടങ്ങി. അന്നേരം നോക്കിയാൽ കയ്യിലുള്ള ഫാമിലി ഫോട്ടോ കത്താൻ തുടങ്ങി. മന്ത്രവാദി പറയുന്നു, നമ്മൾ ഈ ചെയ്യുന്ന കൂടോത്രം ഭയങ്കര മോശമായ ഒരു കൂടോത്രം ആണ്, ഭയങ്കര ശക്തിയുള്ള കൂടോത്രമാണ്. അതേപോലെ ഈ കൂടോത്രം ചെയ്യാൻ 40 ദിവസം പഴക്കമുള്ള ഒരു ശവശരീരം വേണം. അങ്ങനെ ഒരു ശവശരീരം നിനക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, അതിനെന്താ, ഞാൻ കൊണ്ടുവരാം എന്ന് പറയുകയാണ്. ഈയിടെ മരിച്ചുപോയ അമ്രാവതിയുടെ ബോഡി തന്നെ എടുത്താൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ, ആ ശരീരമാണെങ്കിൽ വളരെ നല്ലതാണ്, എത്രയും പെട്ടെന്ന് എടുത്തുകൊണ്ടുവാ എന്ന് മന്ത്രവാദിയും പറയുകയാണ്. എന്നിട്ട് അവൻ ബീഡി ചുരുട്ട് എടുത്ത് യൂലിയുടെ ഉള്ളം കൈയിൽ കുത്തി പൊള്ളിച്ച ശേഷം, ഇത് നിന്റെ മുഖത്തേക്കായി വെക്ക് എന്ന് പറയുകയാണ്. അങ്ങനെ മന്ത്രകർമ്മങ്ങളൊക്കെ ചെയ്ത ശേഷം യൂലി നേരെ അമ്രാവതിയുടെ ബോഡി കുഴിച്ചിട്ട അതേ സ്ഥലത്തേക്ക് പോവുകയാണ്. ഒറ്റയ്ക്ക് ബോഡി എടുത്തുകൊണ്ടുവരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കടയിൽ ജോലിക്ക് നിന്നിട്ടുള്ള യോനയും കൂട്ടി കുഴിച്ചിട്ട അമ്രാവതിയുടെ ബോഡി തോണ്ടിയെടുത്ത് രണ്ടുപേരും ചേർന്ന് നേരെ ആ ബോഡി മന്ത്രവാദിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. എന്നിട്ട് യോനയെ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അകത്ത് മന്ത്രവാദിയും യൂലിയും കൊടൂരമായ മന്ത്രകർമ്മങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അത് എന്താണെന്ന് വെച്ചാൽ, മന്ത്രവാദി യൂലിയുടെ കയ്യിൽ ഒരു അരിവാൾ കൊടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ആടിന്റെ തല വെട്ടി ശേഷം കോഴിയുടെ തലയും വെട്ടി അതിൽ നിന്നൊക്കെ വരുന്ന ആ രക്തത്തിൽ ഒരു നൂല് മുക്കിയെടുത്ത് ആടിന്റെ തോലെടുത്ത് ആ തോലിൽ അമ്രാവതിയുടെ പേരെഴുതി മന്ത്രവചനങ്ങൾ ഒക്കെ എഴുതി കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് മന്ത്രവാദി കൊടുത്ത രക്തം എടുത്ത് മുഖത്തേക്ക് തേച്ച് മന്ത്രവാദി പറയുന്ന മന്ത്രങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ആ മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ യൂലി ഡെഡ് ബോഡിയായി കല്ലറയിൽ കിടക്കുന്ന പോലെ കല്ലറയിൽ വെച്ച് മന്ത്രങ്ങൾ ചൊല്ലുന്ന പോലെയൊക്കെ അവൾക്ക് ഫീൽ ആവുകയാണ്. അങ്ങനെ ആ മന്ത്രകർമ്മങ്ങളൊക്കെ ചെയ്ത് തീർത്ത ശേഷം അവൾ നോർമൽ ആവുകയാണ്. എന്നിട്ട് മന്ത്രവാദി ജിന്നിനോടായി, ഏയ് ജിന്നെ, അമ്രാവതിയുടെ ഫാമിലിയെ നശിപ്പിക്കാനുള്ള അനുവാദം നിനക്ക് തന്നിരിക്കുന്നു, ഇനിയെല്ലാം നീ നോക്കിക്കോ എന്ന് പറഞ്ഞതും നോക്കിയാൽ അമ്രാവതിയുടെ ശരീരത്തിലൂടെ തേളൊക്കെ പുറത്തു വരുന്നത് കാണാം. ശേഷം അമ്രാവതിയുടെ വാ തുറന്ന് നേരത്തെ ആട്ടിൻ തോലിൽ എഴുതിയ മന്ത്രവചനം ഒക്കെ ചുരുട്ടിക്കൂട്ടി വായിലേക്ക് ഇടുകയാണ്. പെട്ടെന്ന് വായ തനിയെ അടയുകയും ചെയ്യുന്നു. നമ്മൾ അങ്ങനെ ഈ കൂടോത്രത്തിന് വേണ്ടിയുള്ള എല്ലാ മന്ത്രചടങ്ങുകളും ചെയ്തു തീർത്തു. ഇനി അങ്ങോട്ട് നീ ആരെയാണോ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതോ അവരുടെയൊക്കെ പേരെഴുതി ഈ ബോഡിയിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കീറി മുറിച്ച ഭാഗത്ത് ആട്ടിൻ തോലിൽ ചുരുട്ടി തുന്നിക്കെട്ടണം. അങ്ങനെ ചെയ്തു വെച്ചാൽ നീ ആരുടെ പേരൊക്കെ എഴുതി വെച്ചോ അവരൊക്കെ ഉടനെ മരിക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം, ഈ ബോഡി നശിക്കുന്നതിന് മുൻപേ മനസ്സിൽ ആഗ്രഹിച്ച ഓരോരുത്തരുടെയും പേരെഴുതി തീർക്കണം. അഥവാ നിനക്ക് ബോഡി നശിക്കുന്നതിന് മുൻപേ ചെയ്തു തീർക്കാൻ പറ്റും
പറ്റിയില്ലെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് നീ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും, നിനക്ക് സഹിക്കാൻ പോലും പറ്റില്ല, നിന്റെ ജീവന് തന്നെ ആപത്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് യൂലിയെ പറഞ്ഞു വിടുകയാണ്. ഇപ്പോൾ വീട്ടിൽ ലാറയുടെ മകൾ ടിക്കി എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുൻപ് നിസ്കരിക്കാറുണ്ട്. ഇപ്പോൾ നിസ്കരിക്കുമ്പോൾ യൂലി കൂടോത്രം ചെയ്തു വെച്ചതിൻ്റെ ഫലം ആരംഭിക്കുകയാണ്. ഒരു തീഗോളം പറന്നു വന്ന് ഇവരുടെ വീടിന് മുന്നിലേക്ക് വീഴുകയാണ്. അതേപോലെ പെട്ടെന്ന് അവിടെയുള്ള കണ്ണാടി ഉടയുകയും അതിലൂടെ ഒരു തേള് അകത്തേക്ക് വരികയാണ്. അതേപോലെ ആ വീട്ടിലുള്ള ഫാമിലി ഫോട്ടോ തനിയെ ഇളകി താഴേക്ക് വീഴുകയാണ്. ശബ്ദം കേട്ട് ടിക്കി പോയി നോക്കുമ്പോൾ ഇതെങ്ങനെയാ വീണേ എന്ന് ആലോചിച്ച് പോയി എടുക്കാൻ നോക്കുമ്പോൾ നിലത്ത് വീണ ജനാലയുടെ ചില്ല് അവളുടെ കാലിലേക്ക് തറച്ച് രക്തമൊക്കെ വരാൻ തുടങ്ങി. അത് മെല്ലെ ഇളക്കിയെടുക്കാൻ നോക്കുമ്പോൾ അമ്രാവതി അവിടെ റൂമിൽ കരയുന്ന വോയിസ് കേൾക്കുകയാണ്. മുത്തശ്ശി മരിച്ചു പോയില്ലേ, പിന്നെ ആരാ അവിടെ ശബ്ദമുണ്ടാക്കുന്നത് എന്ന് മെല്ലെ പോയി ഡോർ തുറന്ന് നോക്കിയെങ്കിലും അവിടെ ആരെയും കണ്ടില്ല. ചിലപ്പോൾ തോന്നിയതായിരിക്കാം എന്ന് കരുതി പോകാൻ നോക്കുമ്പോൾ ബെഡിൽ ഉണ്ടായിരുന്ന പാത്രം താഴേക്ക് വീഴുകയാണ്. ആ പാത്രം എടുത്ത് ബെഡിൽ വെക്കാൻ പോയപ്പോൾ പെട്ടെന്ന് അമ്രാവതിയുടെ പ്രേതം വന്ന് ഒരൊറ്റ അലറൽ. അത് കണ്ട് ടിക്കി ഭയന്ന് അലറുമ്പോൾ അവിടേക്ക് യൂലി വന്ന് എന്ത് പറ്റി മോളെ, എന്തിനാ കരയുന്നേ എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി ദേ അവിടെ മുത്തശ്ശിയുടെ പ്രേതത്തെ ഞാൻ കണ്ടു എന്നൊക്കെ ഭയന്ന് പറയുകയാണ്. എന്നാൽ യൂലി നോക്കുമ്പോൾ അവിടെ ഒന്നിനെയും കാണാനില്ല. അതിനാൽ നിനക്ക് തോന്നിയതായിരിക്കാം, പേടിക്കണ്ട, പോയി കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞു വിടുകയാണ്. അവൾ പോയ ശേഷം കൂടോത്രം ഫലം കണ്ടു തുടങ്ങി എന്ന് ആശ്വസിച്ച് യൂലി വില്ലെത്തിയ പോലെ ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ടിക്കിയുടെ കാലിൽ മുറിവ് പറ്റിയതിനാൽ ലാറ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മേ ഇവിടെ എന്തോ മിസ്റ്റേക്ക് ഉള്ള പോലെ ഫീലാകുന്നു, ഫാമിലി ഫോട്ടോ എങ്ങനെയാ തനിയെ ഇളകി വീണത്, മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് മുത്തശ്ശി കരയുന്ന ശബ്ദം ഞാൻ എങ്ങനെയാ കേട്ടത്, എന്തോ തെറ്റ് സംഭവിക്കുന്ന പോലെയുണ്ട് അമ്മേ എന്നൊക്കെ ടിക്കി പറയുകയാണ്. അന്നേരം അനിയൻ ദിയാൻ പറയുന്നത് ഇന്നലെ രാത്രി ഞാൻ ഓജോ ബോർഡ് കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി എന്നോടും സംസാരിച്ചു, മുത്തശ്ശി ഭയങ്കര വേദനിക്കുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു. അത് കേട്ട് കണ്ടില്ലേ അമ്മേ ഇവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, നമുക്ക് ഉസ്താദിനെ ഇവിടേക്ക് പ്രാർത്ഥിക്കാൻ ക്ഷണിച്ചാലോ. അത് കേട്ട് ഒരൽപ്പം ആലോചിച്ച് ലാറയും അതിന് സമ്മതിക്കുകയാണ്. അന്നേരം യൂലി പുറത്തോട്ട് പോകാൻ നോക്കുമ്പോൾ അവളെ നിർത്തിയിട്ട് നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചു നോക്ക്, ഫോട്ടോ വീണ് ജനാല ഒക്കെ ഉടഞ്ഞ് ഗ്ലാസ് ഒക്കെ നിലത്ത് വീണിട്ടുണ്ട്, ഇതൊക്കെ ക്ലീൻ ചെയ്യണം എന്ന് അറിയില്ലേ, എന്താ ഇതൊക്കെ, ഇനി ഞാൻ തന്നെ ചെയ്യണോ? പിന്നെ ഒരു കാര്യം, വൈകുന്നേരം ഇവിടെ പ്രാർത്ഥന ചൊല്ലാൻ ഉസ്താദും അണികളും വരുന്നുണ്ട്, അതുകൊണ്ട് വീട് മൊത്തം ക്ലീൻ ചെയ്ത് വെക്കണം, ഭക്ഷണമൊക്കെ റെഡിയാക്കി വെക്കണം എന്ന് പറയുമ്പോൾ യൂലി ആണെങ്കിൽ ഇപ്പോൾ ഇല്ല എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുകയാണ്. എന്താടി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, അമ്മ മരിച്ചതിൽ പിന്നെ നിനക്ക് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ടല്ലോ, ഞാൻ പറയുന്നതൊന്നും അനുസരിക്കുന്നതേ ഇല്ലല്ലോ, ഇപ്പോൾ എങ്ങോട്ടാ, കടയിലേക്കാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് കടയിലേക്കല്ല, ഞാൻ പുറത്തോട്ട് പോവുകയാ എന്ന് പറഞ്ഞ് കുറച്ച് സ്മാർട്ടായി സംസാരിച്ച് അവിടുന്ന് പുറത്തോട്ട് പോവുകയാണ്. എന്നാൽ പുറത്ത് നിന്നിട്ടുള്ള ലാറയുടെ ഹസ്ബൻഡിനോട് ഒരൽപ്പം ബഹുമാനം കാണിച്ചിട്ടാണ് യൂലി അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം ടിക്കയാണെങ്കിൽ ക്ലാസ്സിൽ വെച്ച് ഉസ്താദിനോട് വീട്ടിൽ നടന്ന അമാനുഷിക കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ജനാല പൊട്ടിയത് കണ്ടു, ഫാമിലി ഫോട്ടോ താഴെ വീണത് കണ്ടു, മുത്തശ്ശിയുടെ വോയിസ് കേട്ടു, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മരിച്ചു പോയ മുത്തശ്ശി എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നല്ലേ എന്നൊക്കെ ഉസ്താദിനോട് ചോദിക്കുമ്പോൾ നോക്കുമോളെ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാക്കൾ ദൈവത്തിനോട് സംസാരിക്കാറുണ്ട്, അല്ലാതെ ഒരു മനുഷ്യനോടും സംസാരിക്കാൻ പറ്റില്ല. ഇനി ഇവിടെയുള്ള അമാനുഷിക കാര്യങ്ങളൊക്കെ അത് ജിന്നിന്റെ കളികൾ ആയിരിക്കാം, ഇനി നിന്റെ മുത്തശ്ശിയുടെ രൂപം കണ്ടാലും അത് മുത്തശ്ശിയായിരിക്കില്ല, അത് ജിന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അന്ന് വൈകുന്നേരം ആകുമ്പോൾ ഉസ്താദും അണികളും ഒക്കെ വീട്ടിൽ വന്ന് ഖുർആൻ വായിക്കാൻ തുടങ്ങി. അന്നേരം ടിക്കയാണെങ്കിൽ ഇവരുടെ ഫാമിലി ഫോട്ടോ ചുമരിൽ തൂക്കി വെച്ചിട്ടുള്ളത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവൾക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്ന പോലെ ഫീലായി പതുക്കെ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇപ്പോൾ അവിടെ അവൾക്ക് ഓപ്പോസിറ്റായി കുടുംബത്തിലെ എല്ലാവരും തലയിൽ രക്തക്കറയോടെ നിൽക്കുന്നതായി കാണുകയാണ്. അങ്ങനെ എല്ലാവരും ഇവളെ നോക്കി അലറുന്ന പോലെയൊക്കെ കണ്ട് അവൾ ഭയന്ന് ശ്വാസം എടുക്കുമ്പോൾ എന്തു പറ്റിമോളെ എന്ന് ലാറ ചോദിക്കുമ്പോൾ അവൾ കണ്ട കാഴ്ച ഒന്നും പറയാതെ എനിക്കിവിടെ പേടിയാവും എന്ന് പറയുകയാണ്. അവിടെ അങ്ങനെ പ്രാർത്ഥന നടക്കുന്നുണ്ടെങ്കിലും മറ്റൊരു റൂമിൽ ദിയാൻ ആണെങ്കിൽ ഓജോ ബോർഡ് കളിക്കുകയാണ്. മരിച്ചു പോയവരോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് നിരന്തരം അവൻ ട്രൈ ചെയ്യുകയാണ്. ഇവിടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ കാര്യം നടക്കുമ്പോൾ യൂലി എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആദ്യമായി ദിയാൻ മരിക്കണം എന്ന് തീരുമാനിച്ച് അവന്റെ പേരെഴുതി കടലാസ് ആട്ടിൻ തോലിൽ ചുരുട്ടി അമ്രാവതിയുടെ ബോഡിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ്. അന്നേരം അവന്റെ മുൻപിൽ അമാനുഷിക കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. അവനോട് തന്റെ മുത്തശ്ശി സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ, മുത്തശ്ശി പറയുന്ന കാര്യങ്ങളൊക്കെ അവൻ കുറിച്ചു വെക്കാറുണ്ടായിരുന്നു. എനിക്ക് വേദനിക്കുന്നു, തണുക്കുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ മുത്തശ്ശിയുടെ ആത്മാവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ എൻ്റെ കൂടെ വാ, എൻ്റെ കൂടെ എൻ്റെ ലോകത്തേക്ക് വാ എന്ന് മുത്തശ്ശി പറയുന്ന പോലെ ഓജോ ബോർഡിൽ കാണിക്കുകയാണ്. ആക്ച്വലി അത് ജിന്നിന്റെ പരിപാടിയായിരുന്നു. അത് കണ്ട് പേടിച്ച് അവൻ ഓടിപ്പോവാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവൻ
അവൻ്റെ ചെവിയിലേക്ക് ഒരു വണ്ട് വന്ന് കയറുകയാണ്. ആ വണ്ട് അവനെ പുറത്തോട്ട് ഓടിപ്പോകാൻ സമ്മതിക്കാതെ കൺട്രോൾ ചെയ്ത് അവിടെയുള്ള അലമാരയിൽ അവൻ്റെ തല ഇടിപ്പിക്കുകയാണ്. തല പൊട്ടി രക്തമൊക്കെ വരാൻ തുടങ്ങി. ആകെ വേദനിച്ച് ഭയന്ന് അവൻ അലറി നിൽക്കുമ്പോൾ ആ ശബ്ദം കേട്ട് ടിക്കി അവിടെ വന്നിട്ട് ഡോർ തട്ടി വിളിച്ച് എന്ത് പറ്റിയടാ, ഡോർ തുറക്ക് എന്നൊക്കെ പറഞ്ഞ് ഡോർ തുറക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഡോർ ഓപ്പൺ ആകുന്നതേയില്ല. ഒരു വിധത്തിൽ ഡോർ ഇടിച്ച് തുറന്ന് നോക്കുമ്പോൾ ആ കാഴ്ച കാണുകയാണ്. ഓജോ ബോർഡ് എടുത്ത് അവൻ്റെ തലയിലേക്ക് അവൻ തന്നെ ഇടിച്ച് ബോർഡ് തകർത്ത് അതിലെ മൂർച്ചയുള്ള ബോർഡിൻ്റെ ഭാഗം അവൻ്റെ കഴുത്തിലേക്ക് അവൻ തന്നെ കുത്തി കൊടൂരമായി സ്വയം ആത്മഹത്യ ചെയ്യുന്ന പോലെയാണ് ടിക്കി കാണുന്നത്. അങ്ങനെ യൂലി കൂടോത്രം ചെയ്തു വെച്ച പോലെ ദിയാൻ മരിച്ചു പോവുകയും ചെയ്തു. അതായത് ദിയാന്റെ പേരെഴുതി അമരാവതിയുടെ കഴുത്തിലാണ് ആ കടലാസ് വെച്ചത്. അതേപോലെ തന്നെ കഴുത്തിൽ നിന്ന് രക്തം വന്ന് ദിയാൻ മരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ അവനെ കണ്ട് എല്ലാവരും പൊട്ടിക്കരയുകയാണ്. അതിനുശേഷം പിറ്റേ ദിവസം അവന് വേണ്ട മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്ത് ഒടുവിൽ അവൻ്റെ ബോഡിയും അടക്കം ചെയ്യുകയും ചെയ്തു. അതൊക്കെ ഒന്നും അറിയാത്തവളെ പോലെ യൂലിയും യോനോയും നോക്കി നിൽക്കുന്നുണ്ട്. ശേഷം അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ യോനോ അവളെ നിർത്തിയിട്ട് ഞാൻ ഇതിനൊക്കെ നിന്റെ കൂടെ കൂട്ടുനിന്നത് ചെറുപ്പം മുതലേ നീ അനുഭവിക്കുന്ന വേദനകളൊക്കെ ആ അമരാവതി നിന്നെ കഷ്ടപ്പെടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു കാര്യത്തിലാണ് നിന്റെ കൂടെ ഞാൻ നിന്നത്. എന്നാൽ നീ എന്തിനാണ് ആ ചെറിയ പയ്യനെ ഇങ്ങനെയൊക്കെ ചെയ്തത്? അവൻ എന്ത് തെറ്റാ ചെയ്തത്? ചെറിയൊരു പയ്യനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് കൂടുതൽ ഒന്നും അറിയില്ല. ഞാൻ അനുഭവിച്ച വേദന എനിക്ക് മാത്രമേ അറിയൂ. ഇപ്പോൾ ഇവർ ഇങ്ങനെ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ്. അതൊക്കെ അവർ അനുഭവിച്ചേ തീരൂ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞ ശേഷം ലാറ ആണെങ്കിൽ കടയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ അത് കണ്ട് ഹസ്ബൻഡ് റോദി, എടി നീ എന്തിനാ ഇപ്പോൾ കടയിൽ പോകുന്നേ? നമ്മുടെ മകൻ മരിച്ചിട്ട് 2-3 ദിവസമല്ലേ ആയിട്ടുള്ളൂ. കുറച്ച് മനസാക്ഷി നിനക്കില്ലേ എന്ന് പറയുമ്പോൾ ഏയ് മനുഷ്യ നോക്ക്, എന്നെ വിട്ട് എൻ്റെ അമ്മയും പോയി, ഇപ്പോൾ എൻ്റെ മകനും പോയി എന്ന് കരുതി ഞാൻ ഇവിടെ കരഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമുണ്ടോ? നമ്മുടെ കുടുംബം എങ്ങനെ കഴിയും? പൈസ ഉണ്ടാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ലാറ കടയിലേക്ക് പോവുകയാണ്. അവർക്കിടയിൽ നടക്കുന്ന വാക്ക് തർക്കങ്ങളൊക്കെ ഒരു വശത്ത് നിന്ന് യൂലി നോക്കി ചിരിക്കുകയാണ്. അതിനുശേഷം ഒരു ദിവസം യൂലി മോഡേണായി ആൾക്കാരെ മയക്കുന്ന പോലെ ഡ്രസ്സൊക്കെ ധരിച്ച് മിനുങ്ങി നിന്ന് കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ലാറയുടെ ഹസ്ബൻഡ് ഒരു ഗ്ലാസ് അറിയാണ്ട് നിലത്തിട്ട് പൊട്ടിച്ചതിനാൽ ലാറ അയാളുടെ അടുത്ത് പോയിട്ട് എന്താ മനുഷ്യ, നിങ്ങൾക്ക് ശ്രദ്ധയില്ലേ എന്നൊക്കെ പറഞ്ഞ് അയാളെ വഴക്ക് പറയുകയാണ്. അതൊക്കെ കണ്ട യൂലി ഇത് തനിക്ക് കിട്ടിയ ഒരു അവസരമാണ് എന്ന് മനസ്സിലാക്കി ലാറയുടെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോയി ഗ്ലാസ് കൊണ്ട് മുറിഞ്ഞ അയാളുടെ കയ്യിലേക്ക് യൂലി ബാൻഡേജ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ഇത് ക്ലീൻ ചെയ്യേണ്ട, ഞാൻ തന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അയാളെ മയക്കിയെടുക്കുന്ന പോലെ സംസാരിക്കുകയാണ്. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോയപ്പോൾ യൂലി ആണെങ്കിൽ വേണമെന്ന് കരുതി തന്നെ 2 ബോട്ടിൽ താഴെയിട്ട് പൊട്ടിക്കുകയാണ്. ആ ശബ്ദം കേട്ട് ലാറ അവിടെ വന്ന് യൂലിയെ വഴക്ക് പറയാൻ തുടങ്ങി. എന്നാൽ ഇത്തവണ ഹസ്ബൻഡ് റോദി യൂലിയെ സപ്പോർട്ട് ചെയ്യാൻ വരികയാണ്. എന്നിട്ട് എപ്പോൾ നോക്കിയാലും അവളെ എന്തിനാ വഴക്ക് പറയുന്നത്? നിന്നെ കെട്ടിയ നാൾ മുതലേ ഇത് ഞാൻ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു വഴക്ക് തന്നെ പരസ്പരം നടക്കുന്നു. അതിനുശേഷം അയാൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. റോദി വീട്ടിൽ ഒറ്റക്കാണെന്ന് മനസ്സിലാക്കി യൂലി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവനെ മയക്കിയെടുത്ത് അവനെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കണം, ലാറയുമായി ഇവൻ പിരിയണം എന്ന് തീരുമാനിച്ച് അവനുമായി അവിടെ ഒരു ഡിങ്കോൾഫി ചെയ്യുകയാണ്. ആ ഡിങ്കോൾഫിക്ക് ശേഷം അവൾ ചോദിക്കുന്നു, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് ആരാണ് വലുത്? ഞാനാണോ നിങ്ങളുടെ ഭാര്യ ലാറയാണോ? അവളെ ഒഴിവാക്കിക്കൂടെ? നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും നടക്കില്ല, അവളെ ഞാൻ കെട്ടിയതല്ലേ, അവൾ എൻ്റെ ഭാര്യയാണ്, എനിക്കൊരു കുടുംബമുണ്ട്, അത് വിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല. അതേപോലെ ഇപ്പോൾ നടന്ന കാര്യം അതൊരു ആക്സിഡന്റ് പോലെ നടന്നതാണ്, അപ്രതീക്ഷിതമായി നടന്ന ഈ കാര്യം ഞാൻ മറക്കാം, നീയും മറക്കണം എന്നൊക്കെ അയാൾ പറയുകയാണ്. എന്നാൽ യൂലിയാണെങ്കിൽ വിടാതെ എന്തിനാണ് അങ്ങനെ ഒരു വഴക്കാളിയായ ഭാര്യയുടെ കൂടെ താമസിക്കുന്നത്? ഞാൻ നന്നായി നിങ്ങളെ കെയർ ചെയ്യാം, നമുക്ക് വേറെ എവിടെയെങ്കിലും പുറത്തു പോയി ജീവിക്കാം എന്നൊക്കെ പറയുമ്പോൾ അയാൾ വിട്ടുകൊടുക്കുന്ന ഭാവമില്ല. നീ എന്തിനാണ് നിന്റെ അമ്മയെപ്പോലെ മറ്റൊരാളുടെ ഹസ്ബൻഡിനെ ആഗ്രഹിക്കുന്നത് എന്നൊരു ചോദ്യം. അത് കേട്ടതോടെ യൂലിക്ക് ദേഷ്യം വരികയാണ്. നിനക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ജീവിച്ചാൽ മതി, അല്ലാതെ എൻ്റെ അമ്മയെക്കുറിച്ച് ഒന്നും പറയരുത് എന്നൊക്കെ ദേഷ്യപ്പെടുമ്പോൾ കൃത്യം അവിടേക്ക് അയാളുടെ മകൾ ടിക്കി എത്തുകയാണ്. അവൾക്ക് ആ കാഴ്ച കണ്ട് സംശയം തോന്നുകയാണ്. യൂലി പകുതി വസ്ത്രത്തിലാണുള്ളത്, അയാളുടെ കഴുത്തിലാണെങ്കിൽ ലിപ്സ്റ്റിക്കിന്റെ പാടുണ്ട്. സംഭവം ഇവിടെ ഒരു ഡിങ്കോൾഫി നടന്നിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. മോളെ, ഇക്കാര്യം നീ ഒരിക്കലും ലാറയോട് പറയരുത്, നിന്റെ അമ്മയോടും പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അന്ന് രാത്രി ആവുകയും ടിക്കി ആണെങ്കിൽ ഒരു വശത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. യൂലി ആണെങ്കിൽ ഇനി അടുത്തതായി ആരെയാ കൊല്ലേണ്ടത് എന്നൊക്കെ ആലോചിച്ച് വീട് വിട്ട് മെല്ലെ ആരും കാണാതെ പുറത്തിറങ്ങുകയാണ്. അകത്താണെങ്കിൽ ടിക്കി നിസ്കരിക്കുമ്പോൾ അവൾക്ക് പുറകിൽ ഒരു ജിന്ന് ഇരുന്നിട്ട്
ടിക്കി പ്രാർത്ഥിക്കുന്ന അതേ കാര്യം ജിന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതെന്താ ഞാൻ സംസാരിക്കുന്നത് എക്കോ പോലെ കേൾക്കുന്നത് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ജിന്നിനെ കാണാനില്ല. മറ്റേ വശത്ത് യൂലിയാണെങ്കിൽ തൻ്റെ അമ്മയെക്കുറിച്ച് മോശമായി സംസാരിച്ച റൂദിയെ തന്നെ അടുത്തതായി കൊല്ലാം എന്ന് തീരുമാനിച്ച് റൂദിയുടെ പേരെഴുതി അമ്രാവതിയുടെ ഡെഡ് ബോഡിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇവൾ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ഉസ്താദാണെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനാൽ യൂലി ചെയ്തുകൊണ്ടിരിക്കുന്ന കൂടോത്രത്തിന്റെ വീര്യം ചെറുതായി കുറയുകയാണ്. അവിടെ വെച്ചിരിക്കുന്ന വിളക്കൊക്കെ അണയുകയാണ്. യൂലിയാണെങ്കിൽ മെല്ലെ പോയി അത് വീണ്ടും കത്തിക്കുന്നുണ്ട്. അങ്ങനെ വിളക്ക് വെച്ച് മെഴുകുതിരി കത്തിക്കാൻ നോക്കിയാൽ ദേ പുറകിലുള്ള അമ്രാവതിയുടെ ബോഡി എഴുന്നേൽക്കുന്നു. ആ ഒരു ശബ്ദം കേട്ട് മെല്ലെ തിരിഞ്ഞു നോക്കിയാൽ ഇപ്പോൾ ആ ബോഡി അവിടെ തന്നെ കിടത്തിയ പോലെയാണുള്ളത്. അതിനാൽ വീണ്ടും കത്തിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് മുന്നിൽ അമ്രാവതിയുടെ പ്രേതാത്മാവ് വന്നു നിൽക്കുകയാണ്. ആകെ ഭയന്ന് അലറി മുഖം പൊത്തി നിന്ന ശേഷം മെല്ലെ തുറന്നു നോക്കുമ്പോൾ ഇപ്പോൾ പ്രേതത്തെ കാണാനില്ല. ഇതിൻ്റെയൊക്കെ അർത്ഥം ഉസ്താദ് അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഇവൾ ചെയ്ത കൂടോത്രത്തിന്റെ ഫലം കുറഞ്ഞുകൊണ്ട് വരികയും അതിനാൽ കൂടോത്രത്തിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഇവൾക്ക് തന്നെ ഏൽക്കാൻ തുടങ്ങി എന്നാണ്. ഇപ്പോൾ റൂദിയാണെങ്കിൽ ഉറക്കത്തിലാണ്. പെട്ടെന്ന് അവന് തൊണ്ടയിൽ എന്തോ സംഭവിക്കുന്ന പോലെ ശ്വാസം മുട്ടിയ പോലെ എഴുന്നേറ്റ് നേരെ വാഷ് ബേസിൽ പോയി ഛർദ്ദിക്കാൻ തുടങ്ങി. ഛർദ്ദിക്കുമ്പോൾ തൊണ്ടയിൽ നിന്ന് എന്തോ വീഴുകയാണ്. പല്ലാണോ എല്ലാണോ എന്നൊന്നും അറിയില്ല. അന്നേരം പെട്ടെന്ന് ഒരു വണ്ട് അവൻ്റെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. വേദനിച്ച് ആ വണ്ടിനെ പുറത്തെടുക്കാൻ നോക്കുമ്പോൾ അവൻ്റെ കണ്ണടക്കം പുറത്തോട്ട് വരികയാണ്. വേദന കൊണ്ട് അലറി കരയുമ്പോൾ ആ ശബ്ദം കേട്ട് ലാറ ഉണർന്ന് നോക്കുമ്പോൾ അടുത്ത് റൂദിയെ കാണാനില്ല. റൂദിയുടെ അടുത്താണെങ്കിൽ പെട്ടെന്ന് അമ്രാവതിയുടെ പ്രേതം വന്ന് ഭയപ്പെടുത്തിയതും അവനാണെങ്കിൽ അവിടെ സ്ലിപ്പായി വീണ് അതോടെ അവൻ്റെ കഥയും കഴിഞ്ഞു. ലാറയാണെങ്കിൽ റൂദിയെ അന്വേഷിച്ച് വന്ന് നോക്കുമ്പോൾ ആ കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. റൂദി മരിച്ചു കിടക്കുന്നുണ്ട്. അത് കണ്ട് അലറി അവൾ കരയുകയാണ്. അതൊക്കെ ആ അലറുന്ന വോയിസ് വീടിൻ്റെ പുറത്ത് കയ്യും കെട്ടി നിന്ന് ലൂയി ആസ്വദിച്ച് കേട്ടു നിൽക്കുകയാണ്. അങ്ങനെ റൂദിയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യോനോ ആണെങ്കിൽ എല്ലാറ്റിനും കാരണം നീ തന്നെയല്ലേ എന്ന ഭാവത്തിൽ യൂലിയെ തന്നെ നോക്കുകയാണ്. ടിക്കിയാണെങ്കിൽ അവിടെ എല്ലാവരുടെ കൂടെ ഇരുന്ന് തൻ്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ ശ്മശാനത്തിൽ നിൽക്കുന്ന പോലെയാണ് കാണുന്നത്. അതിനാൽ പേടിച്ച് അലറി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൾ റിയൽ ലൈഫിലേക്ക് തിരിച്ചു വരികയാണ്. എന്നാൽ അത് കുറേ നേരം ഉണ്ടായിരുന്നില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ജിന്നുകൾ അവളെ നോക്കി അലറുന്ന പോലെ കാണുകയും പെട്ടെന്ന് ശ്മശാനത്തിൽ നിന്ന് ഒരു ജിന്ന് അവളുടെ കാല് പിടിച്ച് വലിച്ച് കുഴിയിലേക്ക് വലിച്ചിടുകയാണ്. കുഴിയിലുള്ള അട്ടകളും പാറ്റകളും തേളും ഒക്കെ അവളെ പൊതിയാൻ തുടങ്ങി. ആ ഒരു ഇല്യൂഷൻ പോലെ കണ്ട് അവൾ അലറാൻ തുടങ്ങി. അത് കണ്ട് ഉസ്താദ് അവളെ ആശ്വസിപ്പിച്ച് പേടിക്കണ്ട, റൂമിലേക്ക് പോ, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ടിക്കി വീട്ടിലെത്തിയ ശേഷം അമ്മയോട്, അമ്മേ നമ്മുടെ വീട്ടിൽ 3 പേരാ ഇപ്പോൾ മരിച്ചത്. ഇതൊക്കെ കാണുമ്പോൾ സാധാരണ ഒരു മരണം പോലെ എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കുടുംബം തകർക്കാൻ വേണ്ടി ആരോ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇത് തടയണം എന്നൊക്കെ അവൾ പറയുകയാണ്. എന്നാൽ ലാറ അത് വിശ്വസിക്കുന്നില്ല. അമ്മേ, എന്തോ ഒരു തെറ്റ് നമ്മുടെ ഫാമിലിയിൽ നടക്കുന്നുണ്ട്, ആരോ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ലാറയും ഒരൽപ്പം ഇനി എന്താ ചെയ്യുക എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ലാറ ആണെങ്കിൽ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ നോക്കി ഫീൽ അടിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് യൂലിയുടെ ആ റൂം തനിയെ ഓപ്പൺ ആവുകയാണ്. മെല്ലെ ആ റൂമിലേക്ക് ലാറ പോയി നോക്കുമ്പോൾ അവിടെ യൂലിയുടെ ബെഡിൽ ലാറയുടെ ഹസ്ബൻഡിന്റെ, അതായത് റൂദിയുടെ പാൻ്റ് ഉള്ളത് കാണുകയാണ്. അന്നേരം കൃത്യം അവിടേക്ക് യൂലി എത്തുകയും ലാറക്കാണെങ്കിൽ ഒടുക്കത്തെ ദേഷ്യം വരികയാണ്. ഇത് എൻ്റെ ഹസ്ബൻഡിന്റെ പാൻ്റ് അല്ലേ, ഇതെങ്ങനെയാ നിന്റെ റൂമിൽ വന്നത്? നീ എൻ്റെ ഹസ്ബൻഡിനെ മയക്കിയെടുത്ത് നിങ്ങൾക്കിടയിൽ ഡിങ്കോൾഫി നടന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് ശരി, നിന്റെ ഹസ്ബൻഡിനെ മയക്കിയെടുക്കാൻ അയാൾ എന്താ ചുണ്ണിക്കുട്ടനാണോ? ഞാൻ ആരെയും മയക്കിക്കൊണ്ടുവന്നിട്ടില്ല. അയാൾ തന്നെയാണ് നിന്നോട് താല്പര്യം കുറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നത്. പിന്നെ നിന്റെ അടുത്ത് അയാൾക്ക് അത്ര വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി പറഞ്ഞിട്ടെന്താ, അയാൾ മരിച്ചു പോയില്ലേ എന്നൊക്കെ യൂലി പറയുമ്പോൾ ലാറ കലിപ്പിൽ, എനിക്കറിയാം നീ എന്തോ എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന മരണങ്ങൾക്കൊക്കെ പിന്നിൽ നീയാണെന്ന് എനിക്കറിയാം. നീയും നിന്റെ അമ്മയെ പോലെ മറ്റുള്ളവരുടെ പുരുഷനെ ആഗ്രഹിക്കുന്നവളാണ് എന്നൊക്കെ പറഞ്ഞ് തെറി പറയുമ്പോൾ അത് കേട്ട് ക്ഷമിച്ചു നിൽക്കാൻ കഴിയാതെ യൂലി ലാറയുടെ മോന്തക്ക് ഒരൊറ്റ അടി. അത് ശരി, നീ എന്നെയും അടിക്കാനായോ? ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് യൂലിയെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടുകയാണ്. എന്നാൽ യൂലി വിഷമിക്കാതെ ഡോറിൽ
തട്ടിയിട്ട്, എടി ലാറെ, നീ എന്നെ പുറത്താക്കി എന്ന് വിചാരിച്ച് എല്ലാം അവസാനിച്ചു എന്ന് കരുതണ്ട. നിന്റെ ഫാമിലിയിലെ ഓരോരുത്തരായി മരിക്കാൻ പോവുകയാ, നീയും കൊടൂരമായി അനുഭവിച്ച് മരിക്കൂ എന്നൊക്കെ പറഞ്ഞ് യൂലി അവിടുന്ന് ഇറങ്ങി പോവുകയാണ്. അതിനുശേഷം യോനോ ലാറയോട് സംസാരിക്കുന്നത് കണ്ടിട്ട്, എന്താടാ നീ അവളോട് സംസാരിക്കുന്നത്? നീ നമുക്കിടയിലുള്ള സീക്രട്ട് മൊത്തം ലാറയോട് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് ഞാൻ ഒരു കാര്യവും അവളോട് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് സംസാരിച്ചെന്നേ ഉള്ളൂ എന്ന് യോനോ പറയുമ്പോൾ, എടാ കൂടോത്തരത്തിന്റെ കാര്യം ഞാനും നീയും അല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല, ദാ പിടിച്ചോ പൈസ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, വേണ്ട, പാപം ചെയ്ത പണം എനിക്ക് വേണ്ട, ഇനി അങ്ങോട്ട് നീ ചെയ്യുന്ന തെറ്റിനൊന്നും കൂട്ടുനിൽക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ എൻ്റെ ജോലി നോക്കാം, നീ നിന്റെ ജോലി നോക്ക് എന്ന് പറഞ്ഞിട്ട് ഷട്ടറിട്ട് അവൻ പോവുകയാണ്. അതിനാൽ ഇവൻ ഇനി ജീവനോടെ നിന്നാൽ നാട്ടിൽ എല്ലാവർക്കും എന്നെക്കുറിച്ച്, ഞാൻ ചെയ്ത കൂടോത്തരത്തെക്കുറിച്ച് അറിയും എന്ന് മനസ്സിലാക്കി. അതിനാൽ ഇപ്പോൾ അവൻ്റെ പേരെഴുതി യോനയുടെ പേരെഴുതി കടലാസ് നേരെ അമരാവതിയുടെ ബോഡിയിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ യോനയെ കാണാം, അവൻ കട മൊത്തം ക്ലീൻ ചെയ്ത് കടയുടെ ഷട്ടറൊക്കെ ഇട്ട് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഷട്ടർ തനിയെ ഓപ്പൺ ആവുകയാണ്. അതിനാൽ വീണ്ടും പോയി ഷട്ടർ താഴ്ത്തി വീണ്ടും പോകാൻ നോക്കുമ്പോൾ വീണ്ടും ഷട്ടർ ഓപ്പൺ ആവുകയാണ്. എന്താ സംഭവിക്കുന്നത് എന്നറിയാതെ വീണ്ടും പോയി ഷട്ടർ അടച്ചിട്ട് പോകാൻ നോക്കുമ്പോൾ ഇപ്പോൾ പുറകിൽ ഷട്ടർ ഓപ്പൺ ആകുമ്പോൾ പുറകിൽ ദേ ഒരു പ്രേതം നിൽക്കുന്നു. എന്നാൽ അവന് എന്തൊക്കെയോ ഫീൽ ചെയ്തെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ അതിനെ കാണാനില്ല. ഇതെന്താ ഷട്ടറിന് എന്തു പറ്റിയെന്ന് കടയുടെ അകത്ത് കയറി നോക്കുമ്പോൾ പെട്ടെന്ന് ഷട്ടർ തനിയെ ക്ലോസ് ആവുകയാണ്. അവൻ ഷോപ്പിന്റെ ഉള്ളിൽ ബാക്കിയായി ഷട്ടർ ഓപ്പൺ ചെയ്യാൻ നോക്കിയെങ്കിലും അത് ഓപ്പൺ ആകുന്നില്ല. അന്നേരം കടയിലുള്ള എല്ലാ തിങ്സും താഴെ വീണ് ഉടയാൻ തുടങ്ങി. അതൊക്കെ കണ്ട് ഭയന്ന് ആരാ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അമരാവതിയുടെ രൂപത്തിൽ ജിന്ന് വന്ന് അലറിയതും ആകെ ഭയന്ന് അവൻ നിലത്ത് വീഴുകയും അന്നേരം അവൻ്റെ ദേഹത്തേക്ക് ഒരുപാട് അട്ടകൾ വന്ന് മുഖത്തേക്ക് കടിക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും പുറത്ത് കടക്കണം എന്ന് കരുതി ഷട്ടർ തള്ളി ഒരു വിധത്തിൽ കുറച്ച് ഓപ്പൺ ചെയ്ത് ഞെരങ്ങി പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഷട്ടർ തനിയെ മേലോട്ട് പോയി അതേ സ്പീഡിൽ താഴേക്കൊരൊറ്റ വരവ്. നേരെ ഷട്ടർ അവൻ്റെ തലയിലേക്ക് തന്നെ വീണ് തല ചിന്നിച്ചിതറി അവൻ മരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം ആ സംഭവം അറിഞ്ഞ് അവിടേക്ക് ജനങ്ങൾ എല്ലാം ഒത്തുകൂടി. അതേപോലെ ലാറയും ഓടി വന്ന് നോക്കുമ്പോൾ യോനയുടെ ചതഞ്ഞ ആ ശരീരം കണ്ട് അവൾ ഞെട്ടി അവിടെ ഇരിക്കുമ്പോൾ യൂലി അതൊക്കെ കണ്ട് ഒരു വശത്ത് നിന്ന് രസിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഇനി അടുത്തതായി ലാറയുടെ ബാക്കിയുള്ള ഒരു മകൾ ഉണ്ടല്ലോ ടിക്കിയെ തീർക്കാൻ വേണ്ടി അവളുടെ പേരെഴുതി ആ ബോർഡിൽ വെക്കുകയും ചെയ്തു. ഇതേ നേരം ടിക്കിയാണെങ്കിൽ അവളുടെ ഫാമിലി ഫോട്ടോ നോക്കുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് ഒരു തുള്ളി രക്തം വീഴുകയാണ്. നോക്കിയാൽ മേലെ നിന്നും സീലിംഗ് ഉടഞ്ഞ് എന്തൊക്കെയോ മന്ത്രകർമ്മങ്ങൾ ചെയ്ത എല്ലിൻ കഷ്ണങ്ങൾ താഴെ വീഴുകയാണ്. അന്നേരം കറണ്ട് പോവുകയും ചെയ്യുന്നു. അതിനാൽ ടോർച്ച് എടുത്ത് നേരെ അമ്മയുടെ റൂമിൽ പോയി നോക്കുമ്പോൾ അവിടെ ലാറയെ കാണാനില്ല. എന്നാൽ അവിടെ കട്ടിലിനടിയിൽ ആരോ ഉള്ളതുപോലെ കാണുകയാണ്. ഒരു പ്ലേറ്റിൽ എല്ലിൻ കഷ്ണങ്ങളുണ്ട്. അത് ഓരോന്നായി എടുത്ത് കറുമുറു എന്ന് കടിച്ചു തിന്നുന്ന ശബ്ദമെല്ലാം കേൾക്കാൻ തുടങ്ങി. ആരാ അത് എന്ന് കട്ടിലിനടിയിലേക്ക് ടോർച്ച് അടിച്ചു നോക്കുമ്പോൾ അത് അവളുടെ അമ്മ ലാറയായിരുന്നു. അവളുടെ ശരീരത്തിൽ ഇവരുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ വന്ന ആ ജിന്ന് കയറിയിട്ടുണ്ട്. പെട്ടെന്ന് ജിന്ന് അവളുടെ നേർക്ക് കൊലവറിയിൽ ഓടി വരുമ്പോൾ ടിക്കിയാണെങ്കിൽ അല്ലാഹുവിനെ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ അതേ പ്രാർത്ഥന ജിന്നും ഒരുമിച്ച് ചൊല്ലുകയാണ്. എന്നിട്ട് നീ എത്ര പ്രാർത്ഥിച്ചാലും നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല, നിന്റെ ജീവൻ എൻ്റെ കൈകൊണ്ടാണ് പോകാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവളുടെ കാല് പിടിച്ച് വലിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവൾ ചവിട്ടി മാറി ആ ഡോർ അടച്ചിട്ട് പുറത്തോട്ട് പോയി ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ജിന്ന് ആ ഡോർ തകർത്ത് വരികയാണ്. ആകെ ഭയന്ന് അവൾ ഓടിപ്പോയി ഫോൺ എടുത്ത് ഉസ്താദിനോട് പറയാം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് ജിന്നെത്തി എന്ന് മനസ്സിലാക്കി ഒരു കബോർഡിനുള്ളിൽ ഇരുന്ന് ഡോർ അടച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഉസ്താദിന് കോൾ ചെയ്ത് നിൽക്കുമ്പോൾ അന്നേരം തന്നെ ജിന്ന് ആണെങ്കിൽ ആ റൂമിലേക്ക് എത്തി എന്ന് മനസ്സിലാക്കി അവൾ ഒന്നും പറയാതെ സൈലന്റായി ഇരിക്കുകയാണ്. പെട്ടെന്ന് ജിന്ന് അവിടുന്ന് മറഞ്ഞുപോയി എന്ന് മനസ്സിലാക്കി ടിക്കി പുറത്തു പോകാം എന്ന് കരുതി പുറത്ത് ഇറങ്ങുമ്പോൾ നോക്കിയാൽ ജിന്നുള്ളത് ആ അലമാരയുടെ മുകളിലാണ്. ചാടി അവളുടെ മുടി പിടിച്ച് വലിക്കാൻ തുടങ്ങി. എങ്ങനെയൊക്കെയായി ഒരു വിധത്തിൽ പിടിവിട്ട് ടിക്കി നേരെ ഹാളിലേക്ക് ഓടി പോവുകയാണ്. എന്നാൽ ജിന്ന് അവളെ വെറുതെ വിട്ടില്ല. അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. അന്നേരം അവിടെ ഒരു ടൂൾ കിട്ടുകയും അതുകൊണ്ട് ജിന്നിന്റെ തലക്ക് അടിച്ചിട്ട് വീടിന്റെ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കിയെങ്കിലും അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അവിടേക്ക് ജിന്ന് വന്ന് അവളുടെ കഴുത്ത് പിടിച്ച് ഞെക്കി മേലോട്ട് തൂക്കി നിർത്തുമ്പോൾ അവളുടെ ജീവൻ പോകും എന്നായപ്പോൾ
അവസാന നിമിഷത്തിൽ ഉസ്താദ് അവിടെ എത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ലാറയുടെ ശരീരത്തിലെ ജിന്നിനെ മയക്കി കിടത്തി അങ്ങനെ ടിക്കിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നിട്ട് പേടിക്കണ്ട, നിന്റെ ഉമ്മക്ക് ഒന്നും സംഭവിക്കില്ല, ഇവളെ നമ്മൾ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ രക്ഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് യൂലി അവളുടെ പഴയ വീട്ടിലേക്ക് പോകുന്ന കാര്യം കാണുന്നത്. അതിനാൽ ടിക്കി മെല്ലെ ആ വീട്ടിലേക്ക് പോയി നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് യൂലി ഇത്രയും നാൾ അമരാവതിയുടെ ഡെഡ് ബോഡി വെച്ച് കൂടോത്രം ചെയ്തിരുന്നത് ഈ വീട്ടിൽ വെച്ചായിരുന്നു എന്ന്. അതൊക്കെ കണ്ട് ടിക്കി ആകെ ഭയന്ന് വിഷമിച്ച് കരയുകയാണ്. എന്നിട്ട് യൂലിയോട്, നീയാണല്ലേ എല്ലാം ചെയ്തത്, ഒരു മനസാക്ഷി ഇല്ലാതെയാണോ നീ എൻ്റെ ഫാമിലിയിൽ ഉള്ളവരെയൊക്കെ കൊല്ലുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഞാനാണ് എല്ലാം ചെയ്തത്, നിന്റെ കുടുംബത്തിലെ ഓരോരുത്തരെയും കൊടൂരമായി കൊലപ്പെടുത്തിയത് ഞാനാണ്. അത് കേട്ട് എന്തിനാ ആൻറ്റി ഇത്രയും വലിയ ക്രൂരതയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, എന്തിനാണ് എന്ന് നിനക്കറിയാവുന്നതല്ലേ, ചെറുപ്പം മുതൽ എന്നെ എത്ര വേദനിപ്പിച്ചിട്ടുണ്ട്, എന്നെ ഒരു അടിമയെ പോലെയല്ലേ എല്ലാവരും കണ്ടത്, വേദന എത്ര ഞാൻ സഹിക്കണം, അതിനൊക്കെ പ്രതികാരം എനിക്ക് ചെയ്യണ്ടേ എന്നൊക്കെ പറയുമ്പോൾ, ശരി, നിന്നെ അത്രയും ദ്രോഹിച്ചത് എൻ്റെ അമ്മയും മുത്തശ്ശിയും അല്ലേ, എന്നാൽ എൻ്റെ അച്ഛൻ എന്താ ചെയ്തത്, അതേപോലെ എൻ്റെ അനിയൻ എന്താ ചെയ്തത്, അവരെ എന്തിനാ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴാണ് യൂലി ഒരു വലിയ ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നത്. അന്ന് അമരാവതി മരിക്കുന്നതിനും തൊട്ടു മുൻപ് ശ്വാസം മുട്ടിയ പോലെ എഴുന്നേറ്റ് യൂലിയോട് ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ, നിന്റെ അച്ഛനും അമ്മയും മരിക്കേണ്ടവരാണ് എന്ന്. അത് പറഞ്ഞതിന് ശേഷം വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ, നിന്റെ അച്ഛനെയും അമ്മയെയും കൂടോത്രം ചെയ്ത് കൊല്ലിപ്പിച്ചതും ഞാനാണ്, അങ്ങനെ കൊന്നിട്ടും എനിക്ക് ഒരു വിഷമവും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഞാൻ സന്തോഷിക്കുന്നുണ്ട്, ഞാൻ ഇനി മരിച്ചാലും എനിക്ക് അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതായത് യൂലിയുടെ അച്ഛനും അമ്മയെയും കൊന്നത് അമരാവതി ആയിരുന്നു. അതുകൊണ്ടാണ് യൂലിയും തൻ്റെ ഫാമിലിയെ ഇല്ലാണ്ടാക്കിയ അമരാവതിയുടെ ഫാമിലിയെയും തിരിച്ചു കൂടോത്രം ചെയ്ത് നശിപ്പിക്കണം എന്ന് തീരുമാനിച്ചത്. അതൊക്കെ കേട്ട് ടിക്കിക്ക് എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. എന്തായാലും അമ്മയെ രക്ഷിക്കണം എന്ന് കരുതി നേരെ പള്ളിയിലേക്ക് പോയി അവിടെ ലോറയുടെ ശരീരത്തിലുള്ള ജിന്നിനെ ഒഴിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥന ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ ശരീരത്തിലെ ജിന്ന് അലറാൻ തുടങ്ങി. ഉസ്താദ് മന്ത്രം ചൊല്ലുന്നത് നിർത്താതെ വീണ്ടും വീണ്ടും ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു വിധത്തിൽ ജിന്ന് ലാറയുടെ ശരീരം വിട്ടു പോകുന്ന പോലെയാണ് കാണിക്കുന്നത്. എന്നാൽ മൊത്തമായി പോയി എന്ന് തോന്നുന്നില്ല, അടങ്ങി നിന്നതാണെന്ന് തോന്നുന്നു. അന്നേരം മറ്റേ വശത്ത് യൂലി എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ലാറയുടെ പേരെഴുതി അവളെ കൊല്ലാൻ വേണ്ടി പേരെഴുതിയ കടലാസ് അമരാവതിയുടെ ശരീരത്തിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ്. അങ്ങനെ വെച്ചതും അവിടെ മയങ്ങിക്കിടന്നിരുന്ന ലാറ വീണ്ടും എഴുന്നേൽക്കുകയാണ്. ശരീരത്തിലെ ജിന്നിൻ്റെ ശക്തി കൂടുകയും ചെയ്തു. അതിനാൽ ഉസ്താദിനെ കടിച്ച് തിന്നാൻ ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉസ്താദ് ആണെങ്കിൽ മന്ത്രങ്ങളൊക്കെ ചൊല്ലി അവളുടെ ദേഹത്തേക്ക് ഇടിക്കുന്ന ഭാവത്തിൽ ജസ്റ്റ് കൈവച്ചതേയുള്ളൂ. ജിന്ന് പറന്നു പോവുകയാണ്. ചുമരിൽ പോയി ഒട്ടി നിന്ന് വീണ്ടും ആക്രമിക്കാൻ ട്രൈ ചെയ്യുകയാണ്. നേരത്തെ യൂലി പേരെഴുതി ശരീരത്തിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ നോക്കിയിരുന്നെങ്കിലും അവൾക്ക് സ്റ്റിച്ച് ചെയ്യാനേ പറ്റുന്നില്ല. കാരണം ആ ശരീരം ഇപ്പോൾ അഴുകിയ പോലെയാണുള്ളത്. സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റിച്ച് അതിൽ നിൽക്കുന്നില്ല, ഇളകി പോവുകയാണ്. അതേപോലെ ഉസ്താദ് ചൊല്ലുന്ന മന്ത്രവും അവിടെയുള്ള ആൾക്കാർ ഒരുമിച്ച് ചൊല്ലുന്ന മന്ത്രവും ഒക്കെ ഇപ്പോൾ യൂലിയുടെ കൂടോത്രത്തിന് എതിരായി നിൽക്കുകയാണ്. അതിനാൽ ആ കൂടോത്രത്തിന്റെ സൈഡ് എഫക്റ്റ് അവൾക്ക് തന്നെ തിരിച്ചു കിട്ടാൻ തുടങ്ങി. അതിന്റെ ഫലമായി അവൾ രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. ആ ഛർദ്ദിച്ചപ്പോൾ ആണിയും എന്തൊക്കെയോ തിങ്സ് വീണിട്ടുണ്ട്. അതിലുണ്ടായിരുന്ന കൂർത്ത ആണിയൊക്കെ എടുത്ത് അവളുടെ ശരീരം അവൾ തന്നെ കീറി മുറിക്കാൻ തുടങ്ങി. അന്ന് മന്ത്രവാദി പറഞ്ഞിരുന്നില്ലേ, ഡെഡ് ബോഡി അഴുകി നശിക്കുന്നതിന് മുൻപേ പ്രതികാരം ചെയ്തു തീർക്കണം, ആഗ്രഹിച്ചവരെ ഒക്കെ കൊല്ലണം എന്ന്. എന്നാൽ ഇപ്പോൾ അമരാവതിയുടെ ബോഡി നശിച്ചതിനാലാണ് കൂടോത്രത്തിന്റെ തിരിച്ചടി കിട്ടുന്നത്. പള്ളിയിൽ ലാറയുടെ ശരീരത്തിലുള്ള ജിന്ന് കൊലവറയിൽ നിൽക്കുമ്പോൾ ഉസ്താദ് ആണെങ്കിൽ ടിക്കിയോട്, പ്രാർത്ഥിക്ക്, നിന്റെ ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ നോക്കിയാൽ യൂലിയുടെ അടുത്തേക്ക് ഒരുപാട് ജിന്നുകൾ വന്ന് അവളുടെ ശരീരത്തിലേക്ക് കല്ലുവെച്ച് അടിച്ച് യൂലിയെ കൊല്ലാൻ നോക്കുകയാണ്. എന്നാൽ റിയാലിറ്റിയിൽ നോക്കുമ്പോൾ യൂലി തന്നെയാണ് കല്ലെടുത്ത് അവളുടെ ശരീരത്തിലേക്ക് കുത്തുന്നത്. അങ്ങനെ ഒടുവിൽ ഇഞ്ചിഞ്ചായി യൂലി മരിക്കുകയും ചെയ്തു. യൂലി മരിച്ചതോടെ ലാറയുടെ ശരീരത്തിലെ ജിന്ന് പോവുകയും ലാറ നോർമലാവുകയും ചെയ്തു. എന്നാൽ അവൾ ഇപ്പോൾ ടിക്കിയോട്, എനിക്ക് പറ്റുന്നില്ല മോളെ എന്ന് പറഞ്ഞ് വീഴുകയാണ്. കാരണം കൂടോത്രത്തിൻ്റെ ഫലമായും അവളുടെ ശരീരത്തിലേറ്റ മുറിവുകളൊക്കെ കാരണം കൊണ്ട് അങ്ങനെ ലാറയും മരിച്ചു
മരിച്ചു പോവുകയും ചെയ്തു. അമ്മയും മരിച്ചു പോയത് അറിഞ്ഞ് ടിക്കി വിഷമിച്ച് കരയുകയാണ്. അങ്ങനെ ആ സംഭവത്തിന് ശേഷം ലാറയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ശ്മശാനത്തിൽ അടക്കം ചെയ്യുകയും ചെയ്തു. അതേപോലെ യൂലിയുടെ ബോഡിയും അമ്രാവതിയുടെ ഫാമിലിയിലെ എല്ലാവരുടെ ബോഡി അടക്കം ചെയ്ത അതേ സ്ഥലത്ത് തന്നെയാണ് യൂലിയുടെ ബോഡിയും അടക്കം ചെയ്തത്. കാരണം ജീവനോടെ ഉള്ളപ്പോൾ യൂലിയെ സ്വന്തം കുടുംബത്തിലുള്ള പോലെ ആരും കണ്ടിരുന്നില്ല. എന്നാൽ മരിച്ചിട്ട് അങ്ങനെ കാണാതിരിക്കുന്നത് വേണ്ട, യൂലിയും അവരുടെ കുടുംബത്തിൽപ്പെട്ടവളാണ് എന്നൊരു പരിഗണന ഇപ്പോൾ മരിച്ചു കഴിയുമ്പോൾ കിട്ടുകയാണ്. അതൊക്കെ കണ്ട് ആകെ വിഷമിച്ച് ഇപ്പോൾ ടിക്കി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. യൂലിയെ ദ്രോഹിച്ചവർക്ക് ശിക്ഷ കിട്ടുകയും ചെയ്തു. അതേപോലെ യൂലിക്കും ശിക്ഷ കിട്ടി. കാരണം യൂലി നല്ല ഒരു പെണ്ണായിരുന്നു എങ്കിലും അവൾ അനുഭവിച്ച ദ്രോഹങ്ങൾക്കൊക്കെ അവൾ പ്രതികാരം ചെയ്യാൻ എടുത്ത വഴി തെറ്റായ രീതിയിലായിരുന്നു. കൂടോത്രം ചെയ്ത് മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള മാർഗം എപ്പോഴും തെറ്റാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെ ഒരാൾ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, ചതിച്ചിട്ടുണ്ടെങ്കിൽ, അപകടത്തിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ഒരിക്കലും തിരിച്ച് ദ്രോഹിക്കാൻ പാടില്ല. നമ്മൾ നമ്മളുടെ കാര്യം നോക്കി മാറിപ്പോകണം. അവർ ഒരു തെറ്റ് നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഫലം എന്തായാലും കിട്ടും. നമ്മൾ ഒന്നും ചെയ്യാതെ നമ്മുടെ ജോലി നോക്കി പോവുകയാണ് വേണ്ടത്. മറിച്ച് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയാൽ അവസാനം പോകുന്നത് നമ്മുടെ തന്നെ ജീവനായിരിക്കാം. എപ്പോഴും മധുര പ്രതികാരം ആണ് നല്ലത്. അതായത് ഒറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ നന്നായി ജീവിച്ച് കാണിക്കുക. അതാണ് ഏറ്റവും വലിയ മധുര പ്രതികാരം. അതേപോലെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രതികാരദാഹിയായ ചങ്കിന് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കൂ. ഇതോടെ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.